this is me, your Srikuti Kumar, and welcome back to my channel. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വ്ലോഗ് ആയിട്ട് വന്നേക്കാണ്. മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും എന്നാൽ മേക്കപ്പ് കാണാൻ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി ഫോർ ഗേൾസ് എന്നൊന്നും ഞാൻ പറയില്ല, ബോയ്സിൽ തന്നെ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഓണൊക്കെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാവില്ല, ഞാനും അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഓണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? സദ്യയല്ല. യെസ്, എനിക്ക് സദ്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിന്റെ കൂടെ തന്നെ എനിക്കിങ്ങനെ സെലിബ്രേഷൻസ്, അവിടുത്തെ കുറെ പരിപാടികൾ, ആൻഡ് സോ അതുകൊണ്ട് തന്നെ കോളേജ് സെലിബ്രേഷൻസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കില്ലേ നിങ്ങളൊക്കെ? യെസ്, ഞാനും കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ സെലിബ്രേഷൻസ് ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. തിരുവാതിരക്കളി, പാട്ട്, ഡാൻസ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പൊ ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ എങ്ങനെ ഒരുങ്ങി പോകുമെന്ന് വിചാരിച്ച് ഭയങ്കര കൺഫ്യൂഷനിൽ ഇരിക്കായിരിക്കില്ല നിങ്ങളൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു വ്ളോഗ് അല്ല, ഒരു സീരീസ് ഓഫ് വ്ളോഗ് തന്നെയല്ല. എന്റെ കയ്യിലുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സുകൾ വെച്ചിട്ട് ഡിഫറെന്റ് സ്റ്റൈൽസിൽ ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ സീരീസ് തന്നെ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തേക്കാണ്. സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ, ഏത് രീതിയിൽ സ്റ്റൈൽ വേണം, എങ്ങനെയാണെന്നൊക്കെ എന്റേതായിട്ടുള്ള രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഔട്ട്പുട്ട് തരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ, ഒരു 5 minute മേക്കപ്പ് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓണാണ്. ഓണത്തിന് വേണ്ടി നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് അതിനുവേണ്ടി നമുക്ക് വേറെ മേക്കപ്പ് പ്രൊഡക്ട്സുകളുടെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഓണം സെലിബ്രേഷൻ അടിപൊളിയായിട്ട് ഒരുങ്ങി പോവാം. സോ നമുക്ക് വ്ളോഗിലേക്ക് പോവാം അല്ലെ. ഗൈസ്, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർസ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലൻസർ വെച്ചിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീന് ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ആണ് ഇപ്പം ഞാൻ ഏകദേശം എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. അത് എന്ത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും, ഹെവി ആണെങ്കിലും വളരെ ലൈറ്റ് മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലുള്ള ബേസിക് ആയിട്ട് സ്കിൻ കെയർ ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ മുടിയൊക്കെ ഒന്ന് ഒതുക്കുന്നുണ്ട്. മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങനൊരു ക്ലിപ്പ് ഇടുന്നു മുടി കേട്ടോ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ കാണും. ഐബ്രോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കൊരു കല്യാണം വരുന്നുണ്ട്. അപ്പൊ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം തന്നെ എൻ്റെ കണ്ണിനാണ് ഞാൻ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. കണ്ണിൽ മാത്രം ഞാനൊരു എന്താ പറയാ, എലകളുടെ ഒരു പ്രോ കൺസീലർ ഉണ്ട്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ, ഇത് എനിക്ക് പാരമ്പര്യമാണ്, എൻ്റെ അമ്മയ്ക്ക് ഉണ്ടതൊക്കെ. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ എന്തോരം ട്രീറ്റ്മെന്റ് ചെയ്താലും ഇത് പഴയ പോലെ ആകും. എന്നാലും ഞാൻ ഇപ്പോൾ ഒന്ന് കെയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഞാൻ ഡോക്ടറെ കണ്ട് കുറച്ച് ഓയിൽമെന്റ്സ്, മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാവുന്നുള്ളത് അല്ലേ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനടിയിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഈ സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഓറഞ്ച് കളർ കറക്റ്റ് ആണ് ബേസിക്കലി. ഇത് ഇതിന്റെ ഷെയ്ഡ് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഡാർക്ക് സർക്കിൾ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ എനിക്കൊരു ചെയ്യാനുള്ള ഡിസൈനായിട്ട് കുറച്ചുകൂടി ബെറ്റർ. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ മേക്കപ്പറൊന്നുമല്ല, പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യനൊന്നും അല്ല കേട്ടോ. എൻ്റെതായ രീതിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ മിനിമമായിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ്. ഈ ഒരു ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡാർക്ക് സർക്കിളൊക്കെ ഹൈഡായി പോയിട്ടുണ്ട്. സോ അടുത്തത് കോമ്പാക്ട് പൗഡർ ഇടുന്നുണ്ട്. ഇത് ആക്ച്വലി മെബ്ലൈൻ്റെ ആണ് കേട്ടോ. മെബ്ലൈൻ്റെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് അല്ലേ. എന്നാ അത് ഭയങ്കര ബോറായിട്ടില്ല അല്ലേ. ലിബാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിബാം ഒക്കെ നിങ്ങൾ ഇട്ടോളൂ. അതുപോലെ തന്നെ ഇവിടെ ഇടുന്നുണ്ട്. അടുത്തത് ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൽ ആക്യൂ ബ്യൂട്ടിയുടെ കയ്യിൽ മുൻപ് എപ്പോഴും ഉണ്ടായിരുന്നതാണ്. ഇത് സാധാ ഐബ്രോ പെൻസിൽ കേട്ടോ. വാലൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞു കേട്ടോ. നെക്സ്റ്റ്
ഇതിൻ്റെ ലൈനറാണ്. ഇത് ഹൈപ്പർ ഗ്ലോസി ലിക്വിഡ് ലൈനറാണ് മെബ്ലൈൻ്റെ. കുഞ്ഞൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു വാല് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പുറത്ത് എഴുതാം, ഇതാണ് ടാസ്ക്. അതേപോലെ തന്നെ ഇത് വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ തന്നെ അങ്ങനെ പീൽ ചെയ്ത് കളയാം. ഒന്നിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വലിയൊരു വലിപ്പം തോന്നും കേട്ടോ കണ്ണിനൊക്കെ. ഇത് ലാക്മേയുടെ ഐക്കോണിക് കാജലാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് അങ്ങനെ അധികം യൂസ് ചെയ്യലില്ല ഡാർക്ക് സർക്കിൾ ആയ കാരണം കൊണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യലുള്ളത്. ചിലപ്പോൾ ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഞാൻ കളറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നും ചില സമയത്ത് എനിക്ക് ഇളകും, അപ്പോൾ ഞാൻ കളേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നോക്കി നോക്കാം. ഞാൻ അടിപൊളി ഒരു കാജൽ സ്റ്റിക്കാണെന്നൊന്നും പറയില്ല. എനിക്കിത് സ്പ്രെഡ് ആവുന്ന പോലെയൊക്കെ തോന്നലുണ്ട്. ഇനി എന്നെ കണ്ടിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല. ഓക്കെ, ഇന്നർ കോർണറിലേക്ക് അത്ര കൂടെ ഉള്ളിലേക്ക് എഴുതാറില്ല കേട്ടോ. ഞാൻ അധികം ഇപ്പം പുറത്തേക്കാണ് എഴുതാറുള്ളത്. നമുക്ക് പുട്ട് തരാം. പുട്ട് ഞാൻ ബേസിക്കലി ഇങ്ങനൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിത് ഷോപ്പിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഞാനിത് വാങ്ങിച്ചത് മീഷോന്നാണ്. ഇതിനകത്ത് കുറേ സൈസസിലൊക്കെ ഉള്ള പുട്ടുകളുണ്ടോ അല്ലേ. അടുത്തത് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ലിപ്സ്റ്റിക്ക് ഇടുന്നതോടുകൂടി എൻ്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ മഹാറാണി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. അടിപൊളിയല്ലേ? അടിപൊളി ഷെയ്ഡാണ്. എൻ്റെ റീസെന്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്. തോന്നുന്നു എല്ലാ സ്കിൻ ടോണിനും കൂടി ഇത് പോവും. ഡസ്റ്റി സ്കിൻ ടോൺ അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഭയങ്കര വെച്ചാൽ ഫുള്ളി ലാസ്റ്റ് ചെയ്യും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ പോകാനായിട്ട് സെറ്റ് ആയിട്ടാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇതൊന്നും പ്രൊമോഷൻസ് ഒന്നും അല്ല കേട്ടോ. ഞാനിത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഉള്ള പ്രോഡക്ട്സുകളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. എനിക്ക് ചേരുന്നെന്ന് തോന്നിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഫേസ് മേക്കപ്പ്. ഞാൻ ഒന്നും വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഈ ഡാർക്ക് സർക്കിളിന് മാത്രം ഞാൻ കളർ കറക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഐലൈനർ, കാജള്, ഐബ്രോ പെൻസില്, പിന്നെ കോമ്പാക്ട് പൗഡർ, ലിപ്സ്റ്റിക്ക്, പൊട്ട്, വേറെ ഒന്നുമില്ല. ഭയങ്കര സിമ്പിളാ. 5 മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഹെയർ എൻ്റെ അടുത്ത് കുറേ പേരായിട്ട് ചോദിക്കുന്നു, ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ ഹെയർ ചെയ്യുന്നത്? അപ്പോൾ ആ ടൈപ്പ് ഹെയർ സ്റ്റൈൽ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാന്ന് ചോദിച്ചു. 1 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഭയങ്കര സിമ്പിളാണ്. ഞാനിത് 1 മിനിറ്റ് പോലും എടുക്കാറില്ല ചെയ്യാനായിട്ട്. ജസ്റ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് കുറച്ച് ഹെയർ ഒക്കെ എടുത്തിട്ട് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആയിട്ടുള്ള ഹെയർസിനത് ഇതാവില്ല. ജസ്റ്റ് കണ്ടോ അടിപൊളിയായിട്ടൊരു പഫ് വന്നിട്ടുണ്ട്. ഒന്നും ഉള്ളിൽ വെച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് തള്ളുക. അപ്പോൾ ഇങ്ങനെ ഒരു ഹമ്പ് വരും. ഇതുപോലത്തെ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ കുഞ്ഞത്, ഇത് വെച്ചിട്ട് ഒന്നിങ്ങനെ നമ്മൾ ഇവിടെ സൈഡ് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കണ്ടോ, പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ജസ്റ്റ് ചപ്പി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ അമ്മക്കെട്ട് കെട്ടില്ലേ അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ പിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ കോണോട് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് പിരിക്കുക. എന്നിട്ട് നമ്മുടെ
ഇതുപോലത്തെ ക്ലിപ്പ് ഉണ്ടല്ലോ, ക്രാബ്, ഇത് വെച്ച് ഈ സ്ലൈഡിന് കൂടെ ചേർത്ത് കുത്താം. ഓക്കെ, കിട്ടല്ലേ? ഇതാ ഏതെങ്കിലും ബ്ലാക്ക് ബണ്ണൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലത്തെ സാധാ ബണ്ണ്, അത് വെച്ചിട്ട് ഒരു പ്രാവശ്യം കുത്തുക. വീണ്ടും ഇങ്ങനെ വെച്ച് ഇതാ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. സാധനം സെറ്റായിട്ട് അവിടെ ഇരിക്കും. ഉണ്ടോ? ഇത്രേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ? ഇപ്പൊ നോക്കി, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി പൊക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ബമ്പായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇത്രേ ഉള്ളൂ സാധനം. കുറച്ചൊന്ന് പൊക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചിങ്ങനെ ബമ്പായിട്ടൊക്കെ ഇരിക്കും. ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഞാൻ ക്ലിനിക്കിൽ പോകുമ്പോഴൊക്കെ കെട്ടാറുള്ളത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് ഹെയറിൽ ഇവിടെ, എനിക്ക് ഇങ്ങനെ ഹെയർ ഇവിടെ വന്ന് നിൽക്കുന്നത് ഭയങ്കര, ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ഹെയർ പുറത്തോട്ടൊന്നും വരാൻ പാടില്ല. അപ്പോൾ മാക്സിമം ഇങ്ങനെ തന്നെയാണ് മുടി കെട്ടി പോകാറുള്ളത് കേട്ടോ. ശേഷം എൻ്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ട്, നിങ്ങൾ കാണിച്ചു. ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യാനായിട്ട്, പിന്നെ ഓണത്തിനൊക്കെ ഇടാനായിട്ട്. ഇതൊരു മുല്ലപ്പോലെ അടിപൊളി സാധനം കേട്ടോ. ഈ ഒരു ക്ലിപ്പ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ, ആ ക്ലിപ്പിനെ കവർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെയർ ഇങ്ങനെ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? കുറച്ച് ഹെയർ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്താൽ ആ ക്ലിപ്പ് പിന്നെ കാണൂല. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു സാധനം വെച്ച് കണ്ടോ, ഒരു ചുറ്റും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാ. വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇറക്കായിരുന്നു. ഞാൻ കുറച്ച് ചെയ്തപ്പോൾ കുറച്ച് കയറിപ്പോയി. എൻ്റെ പിന്നെ കുറച്ചും കൂടി ഇറക്കിയിട്ട് ചെയ്തു. സോ ഈ വള ഇടാല്ലേ നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ സാരി സ്റ്റൈൽ ചെയ്യാം. ഇതാണ് സാരി. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്ന ഒരു സാധാ ഒരു കണ്ടോ ഒരു സെറ്റ് സാരിയാണ്. എൻ്റെ മദറിനോട് സാരിയാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരി എനിക്കിത് തന്നു. സാരിയാണ്. ഇതാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് മെറൂൺ ബ്ലൗസാണ്. ഈ ഒരു മെറൂൺ ബ്ലൗസാണ് ഞാൻ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സാരി വേറെയാണ്, അത് ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് ആക്ച്വലി ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെയാണ്. ഈ പഫ് സ്ലീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു സിമ്പിൾ സാധനം, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്ന ഡ്രസ്. ഇതാണ് ഞാൻ ഇടാൻ പോകുന്നൊരു മാല. ആക്ച്വലി ഇത് എന്താ പറയാ, ഇത് നമുക്ക് ചോക്കറായിട്ട് ഇടാം. എനിക്ക് ചോക്കറായിട്ട് ഇടാനാണ് ഇഷ്ടം, നെക്ലെസ് ആയിട്ട് ഇടാൻ ഇഷ്ടമില്ല. ഞാനിത് ചോക്കറായിട്ട് ഇട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഫേവറേറ്റ്, ഞാനിതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വായിച്ചതാണ്. ഇതിന്റെ കൂടെയുള്ള ഒരു പെയർ കമ്മലാണ്. അകൃതി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് ഇഷ്ടമുള്ളത്. ഇത് പ്രൊമോഷൻ ഒന്നല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ അതിന് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ജേഴ്സി ഞാൻ കണ്ടായിരുന്നു. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്ക് ഓവറാണ്. നിങ്ങളുടെ കയ്യിലുള്ള അത്യാവശ്യം കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സുകളൊക്കെ വെച്ചിട്ട് ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ ചില്ലാക്കാനായിട്ടുള്ള, അടിപൊളിയാക്കാനുള്ള കുറച്ച് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ വേറൊരു സ്റ്റൈൽ ഓഫ് ഗെറ്റ് റെഡി വിത്ത് മീ സീരീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.
അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഫീഡ്ബാക്സുകൾ എന്താ പറയുക, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും സജഷൻസ് ആയിട്ടാണെങ്കിലും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കിഡിലും വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കൺ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ ദിസ് ഇസ് മീ ഡോക്ടർ ശ്രീകുട്ടി സുനിൽകുമാർ.